ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. എന്താ പറയാ, നമ്മൾ ഏതോ ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോന്റെ ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുടെയൊക്കെ കമന്റുകൾ ഇങ്ങനെ നോക്കിയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് നമ്മൾ പൊതുവെ ഇവിടെ ക്ലാസ്സിൽ എക്സ്പീരിയൻസ് പറയുന്നത് വളരെ കുറവാണ്. കാരണം ഒന്നാമത് ചാൻസ് ഇല്ല, നമ്മൾ സമയം ടൈറ്റ് ആവുന്നു. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും അടുത്ത സെഷൻസ് തുടങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു 8 മണി മുതൽ ഫുൾ പാക്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് സംസാരിക്കാനുള്ള ടൈം കിട്ടാറില്ല എന്നുള്ള സത്യമാണ്. അപ്പോ പക്ഷെ എന്നാലും നിങ്ങൾക്ക് കുറെ ആൾക്കാർ താഴെ യൂട്യൂബിന് താഴെ കമന്റ് ചെയ്യുന്ന കമന്റുകൾ ഇടയ്ക്ക് വായിക്കാറുണ്ട്. പക്ഷെ ചില ആളെ പേരുകൾ എഴുതി വെച്ചുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ആളെ മനസ്സിലാവുന്നു. പക്ഷെ ഞാനിപ്പോ അതൊന്നും പരാമർശിക്കുന്നില്ല. സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരാൾ ഇവിടെ കമന്റ് ചെയ്തതാണ് 15 ദിവസമായിട്ട് എല്ലാ ദിവസവും ലോട്ടറി അടിയാണെന്ന് പറയുന്നത്. സി, ഞാനത് ലോട്ടറി അടിക്കുന്നതിന് മാത്രമായിട്ടല്ല പറയുന്നത്. എന്തൊക്കെയോ എവിടെയോ ഒരു മാറ്റം ജീവിതത്തിൽ നിങ്ങളുടെയും എന്റെയും ഒക്കെ ഉണ്ട്. അത് സ്ഥിരമായിട്ട് ക്ലാസ് യൂട്യൂബ് കാണുന്നവരെല്ലാവരും പറയുന്നത്. ഇപ്പൊ ഓരോ ആളെന്നെ വിളിച്ച് ഇപ്പൊ കുറച്ചു നേരത്തെ മലപ്പുറത്ത് നിന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു എന്റെ അഡ്മിന്റെ വാട്സപ്പിലേക്ക്. അവര് പറയായിരുന്നു 10-15 ദിവസമായിട്ട് യൂട്യൂബ് വീഡിയോ കണ്ടതിന് ശേഷം വലിയ മാറ്റം വരും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. എന്തോ നമ്മൾ ഇവിടെ ഈ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ, ഇവിടെ 10, 100, 200, 250, 300ഓളം ആൾക്കാർ ഒന്നിച്ചു കൂടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്ന ഞാൻ മനസ്സിൽ കണ്ട് പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് വളരെ മറ്റുള്ളവർക്കും, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി മാറുന്നു. അതിലൂടെ ഒരു സെനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ എനർജിക്ക് അപ്പുറത്തേക്ക് സന്തോഷപൂർവ്വമുള്ള ഒരു എനർജി നമ്മുടെ വയറ്റിന് അടിത്തട്ടിൽ നിന്ന് അല്ലെങ്കിൽ മൂലാധാര ചക്രത്തിൽ നിന്ന് മുകളിലോട്ട് ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ ഇങ്ങനെ കയറി വരും. ആ വൈബ്രേഷനാണ് നമ്മളെയൊക്കെ മാറ്റപ്പെടുത്തുന്നത്. ഈ ഞാൻ പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്ത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇങ്ങനെ നിങ്ങൾ പറയാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഓരോ ആളെയും മുഖം, ഇത്രയും ആൾക്കാരുടെ മുഖം ഇവിടെ കാണുമ്പോൾ എനിക്ക് ഒബ്വിയസ്ലി ആയിട്ടും പല കാര്യങ്ങളും പറയാൻ തോന്നുന്നു. കാരണം ഓരോ ആളുടെ മുഖത്ത് വിരിയുന്ന എന്താ പറയുക, ചിത്ര സംയോജനം ഉണ്ടല്ലോ. ഓരോ ആളുടെ മുഖത്ത്, ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് മാറുന്ന ഭാവമാറ്റങ്ങളുണ്ടല്ലോ. ആ ഭാവമാറ്റങ്ങളിലൂടെ മാത്രമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ട് ഞാനിപ്പോ കാണുന്നത് എന്നെ മുഴുവനായിട്ട് കാണുന്ന സ്ക്രീനിലും നിങ്ങളെ ഒരു സൈഡിൽ കാണുന്ന ഒരു സ്ക്രീനാണ് എൻ്റെ അടുത്തുള്ളത്. അങ്ങനെ റെക്കോർഡ് ചെയ്താൽ മാത്രമേ ഈ സൂം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെയാണ് പൂർണ്ണമായി കാണുന്നത്. പക്ഷെ കാണുമ്പോഴും ഞാൻ കുറെ നേരത്തെ ചോദിച്ചതാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആരാന്ന്. ഇപ്പോഴാണ് ഉത്തരം വരുന്നത്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, അതുപോട്ടെ. അപ്പൊ ഇവിടെ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്കിങ്ങനെ ചിരിച്ചും കളിച്ചും ഒക്കെ പറയാൻ പറ്റുന്നത്. ഈ ഈ ഭാവമാറ്റം നിങ്ങളിൽ വരുന്നത് കാണുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ കൂടുതൽ പറയാൻ തോന്നുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ഓരോ ആൾക്കും, യൂട്യൂബ് വീഡിയോ കേൾക്കുന്ന ഓരോ ആൾക്കും ഈ സന്തോഷം അവരിലേക്ക് എത്തുന്നു. നമ്മൾ ഇവിടുന്ന് പ്രകടിപ്പിക്കുന്ന ഈ സന്തോഷം അവരിലേക്ക് എത്തുന്നു. അത് അവരിലെ ജീവിതത്തിൽ മാറ്റമുണ്ട്. കാരണം ഞാനിവിടെ നിങ്ങളെ നോക്കിച്ചിരിക്കുമ്പോൾ ഈ ചിരി മറ്റുള്ളവർക്ക് എത്തുന്നു. അവർ എന്റെ വീഡിയോ കാണുമ്പോൾ ആ ചിരി അവരിലേക്ക് എത്തുന്നു. ആ ചിരി അവരിൽ ഡോപ്പമീനും സെറിട്ടോണും ഓക്സിറ്റോക്സിനും ഒക്കെ ജനറേറ്റ് ചെയ്തു വരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നു. ഇത് തന്നെ സത്യത്തിൽ നമുക്ക് ആവശ്യം. നമ്മൾ എന്താണോ ഇച്ഛിച്ചത്, ഞാൻ ഈ ക്ലാസ് ഒക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ ഇച്ഛിച്ച ഇത് തന്നെയാണ്. ഞാൻ സംസാരിക്കുന്ന സംസാരത്തിലൂടെ, എന്നെ കാണുന്നതിലൂടെ ഏതെങ്കിലും ഒരാൾക്ക് സന്തോഷിക്കാൻ സാധിച്ചെങ്കിൽ അത് വലിയൊരു പുണ്യമാണ്. അതിന് ഭഗവാനെ എനിക്ക് അതിനുള്ള കരുത്ത് നൽകണേ എന്ന് മാത്രമാണ് ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ സാർത്ഥകമായി മാറുന്നതിന് നന്ദി നന്ദി നന്ദി. അത് നിങ്ങൾക്കും ഓരോ ആൾക്കും നന്ദി പറയുന്നത് ദൈവത്തിനോട്, നിങ്ങൾ മുന്നിൽ എല്ലാവരിലും കുടികൊള്ളുന്ന ആ ചൈതന്യമാകുന്ന ആ പരമ സത്യത്തിലേക്ക് എന്നും നന്ദി മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഓരോ നിമിഷവും സന്തോഷത്തിലാണ്. നിങ്ങൾ ഓരോ നിമിഷവും സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തോടൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ജീവിത ലക്ഷ്യം, ഓരോ ആളുടെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഓരോ ഇതിനും എനിക്കും അത്രയും ചെയ്യാൻ വീണ്ടും വീണ്ടും തോന്നുന്നത് അങ്ങനെയാണ്. ഇത്രയും മണിക്കൂർ ഇരുന്ന് ചെയ്യാൻ തോന്നുന്നത്. അതുകൊണ്ട് അപ്പൊ ഏറെ സന്തോഷത്തോടെ എല്ലാവർക്കും നന്ദി നന്ദി പറഞ്ഞുകൊണ്ട് ആണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ചെറിയൊരു സിമ്പിൾ ടെക്നിക്ക് പഠിപ്പിച്ചു തരാം. ആ സിമ്പിൾ ടെക്നിക്ക്, പക്ഷെ ഒരു കാര്യം മാത്രം അതിനകത്ത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. വിഷമമല്ല, കുറച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ടി വരും. കുറച്ച് എന്താ പറയുക, ചെറിയ മാറ്റം ഉണ്ടാക്കേണ്ട ജീവിതത്തിൽ. കാരണം നിങ്ങൾ ഉറക്കത്തിന്റെ സമയത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിന് നിങ്ങൾക്ക്
ഇന്നത്തെ ക്ലാസ് വരാൻ റെഡി ആണെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. ഐ ആം റെഡി, ഹാപ്പി ആൻഡ് റെഡി എന്നുള്ള ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കുക. എന്നൊരു സന്തോഷപൂർവ്വം നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ്. യെസ്, പോരട്ടെ പോരട്ടെ, എല്ലാവരും പോരട്ടെ. ഞാൻ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് വീണ്ടും പറയുന്നു, നിങ്ങൾ കമന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ടാബ്ലറ്റ്സ് ആണ് കുറക്കുന്നത്. അപ്പൊ സന്തോഷത്തിന്റെ ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അത് ഉപയോഗിക്കാൻ മടി കാണിക്കരുത്. അല്ലെങ്കിൽ മറ്റാരും വഴിയെ പോകുന്ന കളിച്ച് വിളിക്കില്ല, ദിവാകര, കൃഷ്ണ ഇങ്ങോട്ട് വാ, നീ ടാബ്ലറ്റ്സ് കഴിച്ചു വന്നിട്ട് ഇതാ റെഡി എന്ന് പറയില്ല. ഞാൻ എന്നെ പോലുള്ളവർ മാത്രമേ പറയുള്ളൂ. അപ്പൊ ഈ ചാൻസ് നിങ്ങൾ കളയാതിരിക്കുക. താഴെ തന്നെ അന്നേരം തന്നെ ഫോൺ, വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡ് എടുത്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നത് വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ്. ഓഫീസിൽ പോകുന്ന വഴിക്ക്, ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെയാണ് കംപ്ലീറ്റ് തീർക്കാറില്ല. ചില ആൾ എന്നോട് പറഞ്ഞു, സാറേ എന്ത് ചതിയായി ചെയ്യുന്നത്, 1 മണിക്കൂറെ ക്ലാസ്, ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഓഫീസിൽ എത്തേണ്ട സമയം അരമണിക്കൂറാണ്. അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ച് അരമണിക്കൂർ വരുമ്പോൾ ബാക്കി കാണാനായിട്ട്. അപ്പൊ വൈകുന്നേരം സമയം പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവിടെ ഇവർ എന്നെ നിർത്താൻ സമ്മതിക്കണ്ടേ. ഞാൻ 1 മണിക്കൂർ മുമ്പൊക്കെ തീർക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പറഞ്ഞു പോകുമ്പോൾ അത്രയും ആയി പോകുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ പർപ്പസിൽ 1 മണിക്കൂർ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല. അപ്പോൾ ഏതായാലും കണ്ടന്റ് കുറച്ച് മാക്സിമം ഇനിയിപ്പോ അരമണിക്കൂറിലേക്ക് ക്ലാസ് ഒക്കെ ചുരുക്കണം. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും ടൈപ്പ് ചെയ്തല്ലോ. അപ്പൊ ഇന്നത്തെ കാര്യം, ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. സിമ്പിൾ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ വളരെ ലളിതം എന്നാണ് അർത്ഥം. ചെയ്യാൻ വളരെ ലളിതമായ, പക്ഷേ എന്നും നിത്യജീവിതത്തിൽ നിങ്ങളുടെ ഈ എല്ലാ ദിവസവും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു താമരപ്പൂ വിരിയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വിരിയലുണ്ടാവും. താമരപ്പൂ എവിടെയാണ് കിടക്കുന്നത്? അവിടെയൊക്കെ കിടന്നോളൂ. പക്ഷെ മുകളിൽ എത്തുമ്പോൾ, ഇപ്പൊ ജയപ്രിയയുടെ മുഖത്തൊരു വിരിയൽ വിരിഞ്ഞ് ഞാനിത് പറഞ്ഞപ്പോ, താമരപ്പൂ, ആഹാ, എന്നാ അത് എന്നെ തന്നെയാണെന്നുള്ള ഒരു വിരിയൽ, ആ വിരിയലാണ് നമുക്ക് ആവശ്യം. അങ്ങനെ വിരിയുന്ന പോലെ ജീവിതം മാറും. റൂബിയൊക്കെ പറയും, ഇങ്ങനെ ആലോചിക്കും, താമരപ്പൂ എനിക്ക് എവിടെ കിട്ടും ഈ വിരിഞ്ഞ് കാണാനായിട്ട് എന്ന് ആലോചിക്കുന്നത്. സിബി സാറൊക്കെ അന്വേഷിച്ച് നടക്കണം, നാളെ താമരപ്പൂ മേടിക്കണം. വേണ്ട, നിങ്ങളിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് പോയി കണ്ണാടി നോക്കിയോ, അല്ലെങ്കിൽ മൊബൈൽ ഇപ്പൊ നോക്കിക്കോ, നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് താമരപ്പൂ. നിങ്ങൾ ഏതുപോലെ നിൽക്കുന്ന സമയത്തും നിങ്ങൾക്ക് വിരിയാൻ പറ്റുന്നു എങ്കിൽ, ഇങ്ങനെ പോലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിരിയാൻ പറ്റുന്നുവെങ്കിൽ, നിങ്ങൾക്ക് തന്നെ ഇത് പറഞ്ഞിട്ട് സ്വയം വിരിയാൻ പറ്റും. ജസ്റ്റ് ഇപ്പൊ ഞങ്ങളുടെ കോച്ച് പ്രോഗ്രാമിൽ ചേർന്ന ആൾക്കാർ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ എഴുന്നിട്ട് പറയാൻ തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലായി, ആംഗിൾ തിരിച്ചു വെക്കൂ, ഇങ്ങനെ പറയൂ, അങ്ങനെ പറയൂ. അവർ ഓരോ ആംഗിളിൽ വന്നിട്ട് ഇത് പറയാൻ തുടങ്ങിയപ്പോ അപ്പോഴാണ് മനസ്സിലായി, ഇതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലേ എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ തുടങ്ങി. ഇത് ഭയങ്കര ടെക്നിക്കാ. സെൽഫ് ലവ് എന്ന് പറയുന്നത് ക്യാമറ നോക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റണം. ക്യാമറ നോക്കിയിട്ട് അതിനോട് സംസാരിക്കാൻ. ഫോട്ടോ എടുക്കുന്നത് പിന്നെയും നമ്മൾ വെക്കും. അപ്പൊ ഫോട്ടോ എടുക്കുമ്പോൾ എന്താ ചെയ്യാന്നറിയോ, നമ്മൾ ആ ഫോട്ടോക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ചിരി അങ്ങ് പാസ്സാക്കി കളയും. അത് എത്ര സെക്കൻഡ് ഉള്ളൂ. നിങ്ങൾ വീഡിയോ എടുത്തു നോക്കും ചിരിച്ചുകൊണ്ട്, ഒരു 3 മിനിറ്റ് 4 മിനിറ്റ്, അപ്പുറം അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം. ഒരു സെക്കൻഡ് വീഡിയോ എടുക്കുന്ന, നമ്മൾ ഫോട്ടോ എടുക്കുന്ന 1 സെക്കൻഡ് സമയമേ ഉള്ളൂ. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും. നമുക്ക് പേടി, വയ്യോ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, ഞാനിതാണ് ഇത്, അതിനങ്ങ് തകർത്ത് കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ ആരെ കാണുമ്പോഴും നിങ്ങൾക്ക് ചിരി വരും. കാരണം എന്താ അറിയോ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുഖം എത്രത്തോളം ഭംഗിയുള്ളതാണ്, നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾക്ക് നമ്മളോട് സംസാരിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? സൈക്കോളജിയിൽ നമ്മൾ കാര്യം നമുക്ക് സെൽഫ് ടോക്കിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി വരുന്നത്. നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് സംസാരിക്കില്ല. നമ്മുടെ കഴിവുകേടുകളെ മാത്രമേ നമ്മൾ കൂടുതൽ സംസാരിക്കുകയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് ശ്രദ്ധിച്ചു നോക്കുമ്പോ, നമ്മളുടെ നല്ല കാര്യങ്ങളെ ഒന്നും നമ്മളോട് സംസാരിക്കില്ല. അങ്ങനെ സംസാരിക്കുന്ന ആളെ സമൂഹം വിളിക്കുന്ന പേരെന്താണെന്നറിയോ? പൊങ്ങച്ചക്കാരൻ. അതുകൊണ്ട് അത് പേടിച്ചു വെച്ച്, നമ്മളെല്ലാം അത് പേടിച്ചു വെച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണെന്ന് ആരെങ്കിലും ഇപ്പൊ സമൂഹത്തിൽ പറഞ്ഞാൽ അവന് സമൂഹം വിളിക്കും പൊങ്ങച്ചക്കാരൻ. പക്ഷേ അത് മനസ്സിലാക്കാത്തവരാണ് ഏറ്റവും വലിയ വിഷയം. അതിലേക്ക് പോകുന്നില്ല ഞാൻ. അപ്പൊ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ലളിതമായി തുടങ്ങും. ലോ ഓഫ് അട്രാക്ഷനിൽ ഇത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ 4 ക്ലാസ് ലെങ്തി ക്ലാസ് ആയിട്ട് എടുത്തിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷനിൽ സെൽഫ് ലവ് എന്ന് പറയുന്ന പോർഷനാണ്. കാരണം അത് പറഞ്ഞ തീരില്ല, അത്രയും വലിയ സംഭവം ആയതുകൊണ്ടാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യാം. രസമുണ്ട്, ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞോളൂ. നമ്മുടെ ഗ്രൂപ്പിലാണ്. പക്ഷെ വേറെ ആളെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ വീഡിയോ എടുത്തിട്ട് സെൽഫ് വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം.
നല്ല കാര്യമാണ്, അത്രയും മാറ്റമുണ്ട്. നമുക്ക് മുഖമൊക്കെ ഭയങ്കരമായിട്ട് മാറുമെന്നേ, സത്യമായിട്ട് ഞാൻ പറഞ്ഞു. അത്രയും നിങ്ങൾ ട്രൈ ചെയ്ത് പോകും. അപ്പോ അത് സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. ഇപ്പോ പറയും മറ്റൊരു കാര്യം പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ, ഇന്നത്തെ കാര്യത്തിൽ. ഇന്നിപ്പോ രാത്രി 10 മണിക്ക് നമുക്ക് മണി ബ്ലോക്സിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ അപ്പ് പ്രാക്ടീസ് ഉണ്ടെന്നറിയാം. ഇന്നലെ എവിടെയോ വെച്ച് കഴിഞ്ഞു പോയി, ഇന്നലെ നടത്താൻ പറ്റിയില്ല. ഇന്നാണ് നടത്തുന്നത്. ആരോ ഇന്നലെ അത് ഇന്നേക്ക് വേണ്ടി മാറ്റി ഒപ്പിച്ചു എന്നാണ് മനസ്സിലായത്. ഓക്കെ, അത് തന്നെ നാളെ മുതൽ നമുക്ക് 7 എലിമെന്റ്സ് മെഡിറ്റേഷനും അത് കഴിഞ്ഞിട്ട് ചക്ര മെഡിറ്റേഷനും ഇനി കണ്ടിന്യൂസ് പോവും. എല്ലാ ദിവസവും ഉണ്ടാവും. വേണ്ടവർ മെഡിറ്റേഷൻ വേണ്ടവർ ജോയിൻ ചെയ്തോളൂ എന്നറിയിപ്പ്. പക്ഷെ അതിനപ്പുറത്ത് 15 സീറ്റ് മാത്രം ബാക്കിയുണ്ട് തൃശ്ശൂർ പ്രോഗ്രാമിന്. ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, കുറച്ച് ദിവസമായിട്ട് പറയാറില്ല, പറഞ്ഞില്ലെന്ന് വേണ്ട. ഗുജറാത്തിൽ നിന്നോ എവിടെ നിന്നാണ് ഇപ്പൊ വേറെ ഉക്രൈനോ എവിടെയാണോ എവിടെ നിന്നൊക്കെ വരാറുണ്ട് അവരൊക്കെ വന്നോട്. കേരളത്തിലവരെന്തായാലും പിന്നെ വരുമെന്നറിയാം. വരുന്നവർക്കൊക്കെ വരാം. ഇപ്പൊ തന്നെ അഡ്മിറ്റിനെ വിളിച്ചിട്ട് സീറ്റ് ബുക്ക് ചെയ്തോളൂ. 15 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അവസാന നിമിഷം വന്നിട്ട് സീറ്റ് ഇടാൻ സൗകര്യമില്ല. കാരണം ആ ഹോട്ടലില് മാക്സിമം കപ്പാസിറ്റി, അവരുടെ ഇന്ന് വരെ ചെയ്തതിലെ മാക്സിമം കപ്പാസിറ്റി സീറ്റുകളാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്നെ അതിനകത്ത് ലാസ്റ്റ് വന്ന ഒരാൾക്ക് കിട്ടിയാൽ ഈ നിൽക്കാൻ മാത്രമേ വഴി ഉണ്ടാവുള്ളൂ. അന്ന് വേറൊരു കാര്യം കൊണ്ടുവരും, നമ്മുടെ കോർ ടീം വലിയ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്ലാസ് അല്ലാതെ കണ്ട് മന്ത്രിമാര് വരുന്നോ സുരേഷ് ഗോപി വരുന്നതൊക്കെ പറയുന്ന എനിക്കറിയില്ല എന്തൊക്കെയാണെന്നുള്ളത്. അതെല്ലാം കണ്ടറിഞ്ഞ് ഗുരുവായൂരപ്പന്റെ ഇച്ഛ എങ്ങനെയാണോ അങ്ങനെ നടക്കട്ടെ എന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞുള്ളൂ. നമ്മുടെ 3 പുസ്തകങ്ങൾ ഒന്നിച്ച് അവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഗുരുവായൂരപ്പൻ ആര് പറഞ്ഞയക്കുന്നു അവർ വരുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആര് വരും അവരൊക്കെ ഉണ്ടാവും. അപ്പൊ അത്രയും ചാൻസിൽ നിങ്ങൾ വന്നിരിക്കുന്ന ഒരു വേദി ആയിരിക്കുമെന്ന് അറിയുക. നമ്മൾ ഇന്നേ വരെ അടുത്ത കാലത്ത് 4 പ്രോഗ്രാം നടത്തിയ ഏറ്റവും ഗ്രാൻഡ് പ്രോഗ്രാം ആയിരിക്കും എന്നുള്ള അതിനുള്ള തയ്യാറെടുപ്പ്, അത്രയും ബാക്ക്ഗ്രൗണ്ട് വർക്കുകളൊക്കെ കോർ ടീം ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ലൈഫിലേക്ക്, വീട്ടിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് സമ്പത്തും സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിലനിർത്തി തരുന്ന ഒരു ടെക്നിക്കും കൂടി അന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ പഠിപ്പിക്കുന്നു. അങ്ങനെ അന്നൊരു സാധനവും നിങ്ങൾക്ക് തരുന്നു കൊണ്ടുപോകാനായിട്ട്. അത് കൃത്യമായിട്ട് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ 1-ാം തീയതിക്ക് ശേഷം ഒറ്റ സീറ്റ് പോലും ബുക്ക് ചെയ്യില്ല. അത് കമ്പൽസറി. കാരണം അതിനുശേഷം ഈ സാധനം ഉണ്ടാക്കാനും നിങ്ങൾക്ക് ഓരോ ആൾക്ക് വേണ്ടി തരാനും ഒക്കെ പണിയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ബുക്ക് ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. ഇവിടെ ഇരിക്കുന്നവർ ബുക്ക് ചെയ്യാത്ത ബാക്കിയുണ്ട്, ബുക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണുന്നവർ ബുക്ക് ചെയ്യാനുള്ളവർ ബുക്ക് ചെയ്തോളൂ. താങ്ക് യു. അപ്പോ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അല്ലേ, റെഡിയാണോ? ടെക്നിക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ചോദ്യം. ഞാൻ എന്ത് ടെക്നിക്കാന്ന് പറയുന്നില്ല, എന്തിനു വേണ്ടി ടെക്നിക്കാണ്. കുറെ ദിവസം ഞാൻ പറഞ്ഞില്ല പണത്തിന് വേണ്ടി ടെക്നിക്ക്, മറ്റൊരു ടെക്നിക്ക് ഒന്നും പറഞ്ഞില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നൊരു ടെക്നിക്ക് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അത് എന്ത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും? ഒന്ന് ടൈപ്പ് ചെയ്ത്. നിങ്ങൾ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ടെക്നിക്ക് ഉപയോഗിക്കും? എനിക്കത് പ്രത്യേകം അറിയണം. കാരണം നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഏതാണ് നിങ്ങൾക്ക് എത്രയും കൂടുതൽ ആൾക്കാർ ഏതിനാണ് വേണ്ടത്? യെസ്, ഒന്ന് ജോബ് വരും, പറയട്ടെ. എനർജി, മണി, ജോബ്, സമ്പത്ത്, മണി, ജോബ്. ഓക്കെ, മണി, ബിസിനസ് വലുതാക്കാം. ബിസിനസ് ക്ലാസ് ചേർന്നോളൂ, അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. സമ്പത്ത്, ആരോഗ്യം, ഇറ്റ്സ് മണി, സമൃദ്ധി, യെസ്, സന്തോഷത്തിന്, അബൻഡൻസ്. ഓക്കെ. വീട്ടിൽ മക്കളുടെ ഐക്യത്തിന് വേണ്ടി, ദാറ്റ് മീൻസ് ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്. ഓക്കെ, ആയുരാരോഗ്യ, ആമ്പൽ സമൃദ്ധിയോ. ഓക്കെ, വീട് വിട്ട് കിട്ടാനായിട്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് കയറി കണ്ടോളൂ. ലോ ഓഫ് അട്രാക്ഷനിൽ ടെക്നിക്ക് ഉണ്ട്. വീട് സെയിൽ, ഇത് പ്രോപ്പർട്ടി സെയിൽ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമുണ്ട്. എത്രയേ ഉള്ളൂ. പോരാ, കുറെ ആൾക്കാർ ഒന്നും ചെയ്യുന്നില്ല. ലിവിങ് ടുഗദർ വിത്ത് ഹസ്ബൻഡ്, ആ വേർഡ് ശരിയല്ല. ലിവിങ് ടുഗദർ വിത്ത് ഹസ്ബൻഡ്, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ വേറെ മീനിങ്ങാ. ഹസ്ബൻഡിനും കൂടെ ലിവിങ് ടുഗദർ, ഫാമിലിയായി. ഓക്കെ, ജോബ്, റിലേഷൻഷിപ്പ്, സമ്പത്ത്. ഓക്കെ, ശരി. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ. വെൽത്ത്, റിലേഷൻഷിപ്പ്, ഓക്കെ, ആരോഗ്യം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ 4 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറയുന്ന 4 കാര്യങ്ങൾക്കല്ല, ഇപ്പോൾ 4 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിനെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം.
മണി കാര്യത്തിന്, ഹെൽത്തിന്റെ കാര്യത്തിന്, വെൽത്തിന്റെ കാര്യത്തിന്, ഹെൽത്തിന്റെ കാര്യത്തിന്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒന്ന് ടച്ച്. ജോബെല്ലാം പിന്നെ അതിൽ വരുമല്ലോ, മണിയിലെ കാര്യം വരുമല്ലോ. ചെയ്യേണ്ടത് ഇത്രയാണ്, എഴുതി വെച്ചോളൂ നിങ്ങൾക്ക്. ഈ ടെക്നിക്കിന് പറയുന്ന പേരാണ് 11-11-11 ടെക്നിക്. 11-11-11-11. കുറച്ച് കൂടുതലാണ്. 11-11-11-11 ടെക്നിക്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ രാത്രി 11 മണിക്കും 11-11 ഇടയിലും ചെയ്യണം. കൃത്യം സമയം മനസ്സിലായല്ലോ. രാത്രി 11 മണിക്കും 11 മിനിറ്റിന്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്ന 11 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ടെക്നിക്കാണ്. 11 മിനിറ്റ്സ് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾക്കത് ചെയ്യാം. എല്ലാ ദിവസവും സമയമുണ്ടല്ലോ, എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്. ഏറ്റവും പവർഫുൾ ആയിട്ട്, ഭൂമിയുടെ ഊർജത്തിലെ ഏറ്റവും നല്ല നിൽക്കുന്ന സമയമാണ് 1-1-1 എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആത്മീയതയിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും ശുഭസൂചകമാണ് എന്ന് പ്രകൃതി നമ്മൾക്ക് നൽകുന്ന സിഗ്നൽ എന്ന് പറയുന്നത് 1-1-1-ലൂടെയാണ്. 1-1-ലൂടെയാണ് നമുക്ക് പ്രകൃതി നമ്മളെ കറക്റ്റ് ചെയ്ത് തരുന്നത്. നിങ്ങൾ ചെയ്യുന്ന, ചിന്തിക്കുന്ന ഏതൊരു കാര്യമാണോ അത് ശരിയാണ്, യു ക്യാൻ ഗോ ഹെഡ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നമ്പറാണ് 11-11. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ എത്ര പ്രാവശ്യം 11-11 ഉണ്ടാവും? ഒരു ദിവസം 2 തവണ ഉണ്ടാവും, അല്ലെ? അപ്പൊ ചോദിക്കും, നിങ്ങൾ 24 hours ക്ലോക്ക് ആയാലും ഒരു തവണയല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നാ പിന്നെ ഒരു തവണ ഉണ്ടാവുള്ളൂ. 24 hours ക്ലോക്ക് ആണ്, ഒരു തവണ ഉണ്ടാവില്ല. 12 hours ക്ലോക്ക് എടുക്കുന്ന 2 തവണ ഉണ്ടാവും. എന്തായാലും ക്ലോക്കിനനുസരിച്ച് മാറി. എന്തായാലും ഒരു തവണ ഉറപ്പാണല്ലോ. നിങ്ങൾ ഏത് ക്ലോക്ക് എടുത്താലും ഒരു തവണ ഉറപ്പാണ്. ആ സമയത്ത് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയിലെ പ്രധാന ഘടകമായ ഒരു വ്യക്തിയുടെ ആത്മസംവിധാനം, അല്ലെങ്കിൽ പുനർവിചിന്തനം, അല്ലെങ്കിൽ അവരുടെ ആ എനർജിയെ ഏറ്റവും താളാത്മകമായി, ഏറ്റവും ബാലൻസ് ചെയ്ത് കൊണ്ടുവെക്കാൻ പറ്റുന്ന വളരെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സമയമാണ് 11-11. എന്താണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക്? നിങ്ങൾക്കറിയാം, നമ്മൾ പഠിക്കുന്നത് എന്തിലൂടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ റെഡിയാക്കുന്നത്? നമ്മുടെ മാനസിക ദൃശ്യവൽക്കരണം, വിഷ്വലൈസേഷൻ പവറിലൂടെ ആണ് നമുക്ക് എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ നമുക്ക് ജീവിതത്തിൽ എത്തിച്ചേരുന്നത്. എങ്ങനെ? നമ്മൾ എങ്ങനെയാണോ ഈ സാധനത്തെ മാനസികമായി കണക്ട് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ആറ്റ് ആസ് ഇറ്റ് ഈസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഉദ്ദേശപ്രാപ്തിയെ, അല്ലെങ്കിൽ നമ്മുടെ പ്രചോദനാത്മകമായ ആ ചിന്തയെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെ നമ്മളിലേക്ക് കണക്ട് ചെയ്ത് വെക്കുന്നത്, ആ അത്തരം മറ്റ് ആത്മസംഘർഷങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഏറ്റവും പവിത്രമായ സമയമാണ് 11 മണി എന്ന് പറയുന്നത്, 11-11 എന്ന് പറയുന്നത്. അപ്പോൾ സമയത്തെ പറ്റി കൂടുതൽ ഞാൻ നിങ്ങൾ വിശദമാക്കി പറയുന്നില്ല, സിമ്പിൾ ആയിട്ട് ടെക്നിക്ക് പഠിപ്പിച്ചു തരാം. ഈ സമയത്താണ് ഏറ്റവും പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുക എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ടെക്നിക്ക് മാത്രം പറയുക. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് കൃത്യമായി ഒന്ന് പറയും. ഒന്ന്, നിങ്ങൾ എപ്പോഴും നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പഠിപ്പിക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ്, മറ്റൊന്നുമില്ല. എന്തായിരിക്കും? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. എന്തായിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ്? നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് അറിയാലോ. എന്തായിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. യെസ്, മെഡിറ്റേഷൻ. ഓക്കെ, ബ്രീത്തിങ്. ഞാനിവിടെ ചൂരല് മേടിച്ചോണ്ട് മെഡിറ്റേഷൻ. യെസ്, ദാറ്റ്സ് ഇറ്റ്. സി, ബുദ്ധിമാരെ കുട്ടികളൊക്കെ ക്ലാസ്സിലുണ്ടെന്നേ. ആദ്യം പോയി, യെസ്, പ്രസന്ന കൊയിലാണ്ടി, കറക്റ്റ്, ആദ്യത്തെ ആൻസർ.
നിങ്ങൾ എഴുതി വെക്കാൻ ആവശ്യം പറയാതെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം, ബ്രീത്തിങ് ചെയ്തിട്ടുണ്ട് കാര്യം, ഒരു കാര്യമില്ല. ഇതേപോലെ ചൂരൽ കൊണ്ടുവരേണ്ടി വരും തന്നെ. പണ്ടൊക്കെയാണ് ചോക്ക്, വൈറ്റ് ചോക്ക് എടുത്ത് എനിക്ക് പണ്ട് സ്കൂളിൽ പോയി എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണ് ഈ ചോക്ക് പൊട്ടി ചെറിയ ഭയങ്കര രസമല്ലേ. ഇവിടെ നിന്ന് എറിഞ്ഞ എന്റെ ക്ലാസ് പൊട്ടി പോകുന്നുണ്ടായിരുന്നാത്ത. എനിക്ക് എവിടെയെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാൻ ചാൻസ് കിട്ടിയാൽ ഞാൻ ഒരു പാക്കറ്റ് ചോക്ക് മേടിച്ചിട്ടേ പോകും. ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങളൊക്കെ പണ്ട് പഠിപ്പിക്കുമ്പോൾ ഈ ഡസ്റ്ററിന്റെ പൊടി ഉണ്ടല്ലോ, ചോക്ക് മായ്ച്ചിട്ട് പൊടി ഉണ്ടല്ലോ, ആ പൊടി കൊണ്ടുവന്ന് കവളിൽ വെച്ച് കളയും ടീച്ചർ. ഇപ്പോഴും ഓർമ്മ. എനിക്കൊരു ഹിന്ദി രാഘവ മാഷ് ഉണ്ടായിരുന്നു, പാവം ഇല്ല, ഹിന്ദി രാഘവ മാഷ് അപ്പ കൊണ്ടുവന്ന് തെച്ച് കളയും. ഭയങ്കര രസമാണ്. അപ്പൊ അതുപോലെയാണ്, ആദ്യം നമ്മളെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേടണമെങ്കിൽ എഴുതി വെക്കണം. എവിടെയാണ് നിങ്ങൾ എഴുതി വെച്ച പുസ്തകം? കാണിച്ച് എല്ലാവരും ഒന്ന് പൊക്കി പിടിച്ച്. നിങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ എഴുതി വെച്ച പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ? അത് ഓരോ ദിവസം മാറി മാറി എഴുതരുത്, ഒറ്റ കാര്യം എഴുതണം. യെസ് യെസ് യെസ്, എല്ലാവരും പൊക്കി. ഇത് ആദ്യം ഉണ്ടാവണം. ഇതില്ലാത്തൊരു പരിപാടി വേറെയില്ല. ആ രമണിയമ്മയൊക്കെ ടീച്ചറൊക്കെ കറക്റ്റാണ്, ചോക്ക് എറിഞ്ഞിട്ടുണ്ട്. എന്നെ പോലെ എത്ര പാവപ്പെട്ട പിള്ളേരെ നിങ്ങൾ എറിഞ്ഞിട്ടുണ്ടെന്നറിയോ? ഓർക്കണം. അല്ലേ ടീച്ചറെ? എത്ര ടീച്ചർ ഞങ്ങൾ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല, ഉണ്ടെങ്കിൽ കാസർഗോഡ് വന്നിട്ടുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല. എന്നാലും എന്നെ പഠിപ്പിച്ച ടീച്ചറൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ടീച്ചർ ഉണ്ടായിട്ടില്ല ആ കൂട്ടത്തിൽ. ഓക്കെ, ആദ്യം നിങ്ങളുടെ ആവശ്യങ്ങളെ എഴുതി വെക്കണം. ആവശ്യം കൃത്യമായി എഴുതി ഇപ്പൊ എഴുതിക്കോളൂ. ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് വിടും. പെട്ടെന്നാണ്, സമയമില്ല, 10-15 മിനിറ്റിൽ മുമ്പ് പരിപാടി ക്ലാസ് തീർക്കും. പെട്ടെന്ന് എഴുതിക്കോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള 1-2 കാര്യങ്ങൾ എഴുതിക്കോളൂ. എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ അതിനെ സ്വസ്ഥമായി നിങ്ങളുടെ മനസ്സുമായി അത് കണക്ട് ചെയ്യും. ഞാൻ എന്തെങ്കിലും എഴുതിയിട്ട്, ഞാനിപ്പോ എഴുതുകയാണ് ഇവിടെ കിടന്നിട്ട്, ഞാൻ ട്രംപിനെ കൂടെ ഒരു ദിവസം എഴുതി വെക്കാനാണ്. അടുത്ത ആൾ ഇവിടെ ഒരാൾ എഴുതി വെക്കുമ്പോൾ അപ്പൊ എന്തായാലും എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ലക്ഷ്യം എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം വേറെ കാര്യം കൂടി പറയാണ്ടേ, ഇത് മറന്നുപോകും. നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് കുളിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. പണിയായല്ലേ? പണിയായി. ബാക്കി എന്ത് സഹിക്കായിരുന്നു സാറേ, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ പറയും. കുളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിക്കൊക്കെ അല്ലെ ഒന്ന് കുളിച്ചിട്ട് ചെയ്താൽ മതി. എന്താ അറിയോ, ശരീരത്തിൽ ഒരുപാട് സ്വെറ്റ് ഉണ്ടാവും. അപ്പോ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വാക്ക് ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടൊന്ന് കുളിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. കുളിച്ചിട്ടൊക്കെ കിടന്നുറങ്ങുമ്പോൾ എന്ത് സുഖാന്നറിയോ? അപ്പൊ കുളിച്ചതിന് ശേഷം കൃത്യമായ ഒരു സ്ഥലത്ത്, സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. ഒരു 10:30 മണിയാകുമ്പോൾ ഇരിക്കേണ്ടി വരും. സീരിയൽ 11 മണിക്ക് തുടങ്ങണമെങ്കിൽ 10:30 മണിയാകുമ്പോൾ ഇരിക്കേണ്ടി വരും. സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം കൃത്യമായി ഇരിക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? അടുത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ പറയട്ടെ. അടുത്ത് എന്ത് ചെയ്യണം? എഴുതി വെച്ചതിന് ശേഷം അത് നമ്മള് മനസ്സിൽ ഒന്നുകൂടി സ്ഥാപിക്കുക. ഇത് സ്ഥിരമായി. അതിനുശേഷം നെക്സ്റ്റ് നിങ്ങൾ പറയട്ടെ, നോക്കട്ടെ. വായിച്ചു, ശരിയാണ്, വായിക്കുക. അതിനുശേഷം അടുത്ത എന്ത് ചെയ്യണം? വിഷ്വലൈസേഷന് മുമ്പേ നോർമൽ ബ്രീത്തിങ്. യെസ്, നോർമൽ ബ്രീത്തിങ്. സ്വസ്ഥമായിട്ട് നന്നായിട്ട് ശ്വാസോച്ഛ്വാസം നന്നായിട്ട് എടുത്ത് ബോഡിയെ കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ആക്കുക. കാരണം ഭയങ്കര ടെൻഷനിലൊക്കെയുള്ള ബോഡി ആയിരിക്കും. നേരെ 100 സ്പീഡിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന എഞ്ചിനല്ലേ. അതൊന്ന് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക. നോർമൽ ബ്രീത്ത് എടുത്ത്, അപ്പോഴേക്കും കിച്ചണിലെ പണികളൊക്കെ തീർത്തിട്ട് വന്നാൽ, അല്ലെങ്കിൽ കുക്കർ അവിടെ ഒക്കെ ഉണ്ടാവും, മോനെ അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും, പാത്രം ഇതെല്ലാം കഴിച്ച് തീർത്തിട്ട് തന്നെ വരണേ. എല്ലാ പണികളും തീർത്തിട്ട് ഇരിക്കണം. അപ്പൊ അത് നോർമൽ ബ്രീത്ത് എടുക്കുക, സ്വസ്ഥമായി ഒന്ന് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഇന്നില്ല നിങ്ങളാ പറയണേ. ഓക്കെ, അതിനുശേഷം ഒന്നുകൂടി വായിക്കുക. ഓക്കെ, ഒന്നുകൂടി വായിച്ച് ഒന്നുകൂടി വായിക്കുക. അപ്പൊ ചെറിയ വെട്ടും തിരുത്തലൊക്കെ ഉണ്ടാവും ഈ ബ്രീത്തിങ് കഴിഞ്ഞിട്ട് കേട്ടോ. കുറച്ചും കൂടി ശക്തമാക്കും ഈ സാധനം. ഓക്കെ, അതിനുശേഷം വിഷ്വലൈസേഷൻ ചെയ്യുക. സ്വസ്ഥമായി വിഷ്വലൈസേഷൻ ചെയ്യുക. ചെയ്തതിന് ശേഷം വരട്ടെ. ഓക്കെ, ഇനി അവിടെ നിൽക്കട്ടെ. ഇത്രയും ആകുമ്പോൾ നിങ്ങൾ 11 മണിയാവും. ഈ 11 മണിയാകുമ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും നല്ല മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിക് നിങ്ങൾ തയ്യാറാക്കി എടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിലുണ്ട്, നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാം. ഗ്രൂപ്പിനകത്ത് ഇടുന്ന മെഡിറ്റേഷൻ മ്യൂസിക്, ചെറിയ മ്യൂസിക് എടുത്താൽ 15 മിനിറ്റ് നേരമുള്ള ഒരു മ്യൂസിക് എടുക്കുക, ചെവിയിൽ വെക്കുക, കണ്ണുകൾ അടക്കുക. എന്നിട്ട് കൃത്യമായി വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് പറ്റിയ അഫ്രിമേഷൻസ് ഉരുവിടണം. അഫ്രിമേഷൻസ് ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിന് തത്തുല്യമായ അഫ്രിമേഷൻസ് നിങ്ങൾ ഉരുവിടണം. ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അഫ്രിമേഷന്റെ പുസ്തകം വരുന്നുണ്ടല്ലോ,
ഏപ്രിൽ 6-ാം തീയതി നിങ്ങൾക്ക് അഫർമേഷൻസ് മാത്രമായിട്ടൊരു പുസ്തകം വരുന്നുണ്ട്. അതിന് ആവശ്യമുള്ള സെലക്ട് ചെയ്തെടുത്തോളൂ. പക്ഷെ ഇപ്പോൾ ഒരു 5 നിങ്ങൾക്ക് ഈ ബന്ധങ്ങൾക്കും മറ്റേ മണിയുമായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓരോരോ അഫർമേഷൻസ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ തരാം. ബാക്കിയുള്ളത് നിങ്ങൾ പിന്നെ വേണ്ടത് എടുത്തോളൂ. ഏറ്റവും ലളിതമായത് മാത്രം എടുക്കുക. ആദ്യം ധനസമ്പത്താണ് വരുന്നതെങ്കിൽ, ധനമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ അഫർമേഷൻ ഉപയോഗിക്കാം. സാമ്പത്തിക വിജയത്തിനുള്ള എല്ലാ വഴികളും എനിക്ക് തുറന്നു ലഭിക്കുന്നു. സാമ്പത്തിക വിജയത്തിനുള്ള എല്ലാ വഴികളും എനിക്ക് തുറന്നു ലഭിക്കുന്നു. ഞാൻ എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ എഴുതി വെച്ചോളൂ. ഞാൻ ഇപ്പൊ പറയാണ്, ഞാൻ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. സാമ്പത്തിക വിജയത്തിനുള്ള എല്ലാ വഴികളും എനിക്ക് തുറന്നു ലഭിക്കുന്നു, അല്ലെങ്കിൽ തുറന്നിരിക്കുന്നു. യൂട്യൂബ് വീഡിയോ കാണുന്നവരൊന്ന് നിങ്ങളൊന്ന് താഴെ ടൈപ്പ് ചെയ്തോളൂ. പിന്നെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കേട്ട് നിങ്ങൾ താഴെ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. അപ്പൊ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി മാറും. ഞാൻ ടൈപ്പ് ചെയ്തിരുന്നില്ല. സാമ്പത്തിക വിജയത്തിനുള്ള എല്ലാ വഴികളും എനിക്ക് തുറന്നു ലഭിക്കുന്നു. ധനപരമായിട്ട് മറ്റൊന്നും കൂടി ഉപയോഗിച്ചോളൂ. ഞാൻ ധനപരമായി സ്വതന്ത്രനാണ്. എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ കൈവരിക്കുന്നു. ഞാൻ ധനപരമായി സ്വതന്ത്രനാണ്. എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ കൈവരിക്കുന്നു. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ നിങ്ങൾ ഒരു ദിവസം ചെയ്യാവൂ. ഒരു അഫർമേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ 11 തവണ റിപ്പീറ്റഡ് ആയി പറയണം, 11 ടൈംസ്. അപ്പോൾ 2 ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 11 ടൈംസ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്ത 11 ടൈംസ് ഉപയോഗിക്കുക, അടുത്തത് 11 ടൈംസ് ഉപയോഗിക്കുക. അപ്പൊ ചോദിക്കും, കണ്ണുകൾ അടച്ചാൽ ഇത് ഓർമ്മ കിട്ടില്ലല്ലോ സാർ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി പറഞ്ഞോളൂ. പക്ഷെ ഒരു പ്രാവശ്യം നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ബൈഹാർട്ടായിരിക്കണം. ഒരു ദിവസം 2 ദിവസം ഒക്കെ അല്ലേ വിഷയം ഉണ്ടാവും, പിന്നെ ബൈഹാർട്ടാവുമല്ലോ. അത് പണം, ഞാൻ ധനപരമായി സ്വതന്ത്രനാണ്, എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നേടുന്നു അല്ലെങ്കിൽ കൈവരിക്കുന്നു. നിങ്ങൾ ചെറിയ രീതിയിൽ മാറ്റം വരുത്തിക്കോട്ടെ അഫർമേഷൻസ്, കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിക്കോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് എഴുതി വെച്ചോളൂ, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഒരു അഫർമേഷൻ 11 ടൈംസ് പറയണം, 11 തവണ പറയണം, എണ്ണി തന്നെ പറയണം. 1 2 3 4 5 6. അപ്പൊ എടുത്തതോ ഈ കൈ 1 2 3 4. അപ്പൊ 11ാമത്തെ എന്ത് ചെയ്യും? കാലിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ വേണ്ട, നിങ്ങൾ എണ്ണിയാൽ മതി കേട്ടോ ദിവസമായിട്ട്. എന്നിട്ട് സിമ്പിൾ ആയിട്ട് പറയാം. ഇനി ആരോഗ്യമാണ് വിഷയം അല്ലേ, പറഞ്ഞല്ലേ ഇവിടെ ആരോഗ്യം പറഞ്ഞു അല്ലെ. ആരോഗ്യമാണ് വിഷയമെങ്കിൽ നിങ്ങൾ ചെയ്യുക, എന്റെ ശരീരവും മനസ്സും പൂർണ്ണമായും ആരോഗ്യമുള്ളതാണ്. എന്റെ മനസ്സും ശരീരവും പൂർണ്ണമായും ആരോഗ്യമുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, താമരപ്പൂ വിടരുന്ന പോലെ വിടരും നിങ്ങളിത് പറഞ്ഞു. എന്റെ മനസ്സും ശരീരവും പൂർണ്ണമായും ആരോഗ്യമുള്ളതാണ്. എന്റെ ഭക്ഷണം, ജീവിതശൈലി, ചിന്തകൾ എല്ലാം എന്റെ ആരോഗ്യത്തെ ഉന്മേഷിപ്പിക്കുന്നു. എന്റെ ഭക്ഷണം, ജീവിതശൈലി, ചിന്തകൾ എല്ലാം എന്റെ ആരോഗ്യത്തെ ഉന്മേഷിപ്പിക്കുന്നു. ഇത് ബന്ധങ്ങൾ, ഇത് ആരോഗ്യത്തിലുള്ള കാര്യം 2 പറഞ്ഞു. കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് ഉപയോഗിക്കാം കേട്ടോ. ഒരുപാട് അഫർമേഷൻസ് ഉണ്ടായിരുന്നു, ഉപയോഗിക്കാം. രണ്ടാമത് ഇനി നമ്മൾ പറഞ്ഞത് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ബന്ധങ്ങൾ എല്ലാവർക്കും ആവശ്യമാണ്. പ്രണയബന്ധങ്ങള്, ലൗകിക ബന്ധങ്ങള്, സ്നേഹബന്ധങ്ങൾ, അങ്ങനെ പല പല ബന്ധങ്ങളുണ്ട്. അപ്പോൾ എന്റെ ജീവിതത്തിൽ പ്രണയവും ഐക്യവും നിറഞ്ഞ ബന്ധങ്ങൾ സമൃദ്ധമായി ലഭിക്കുന്നു. എന്റെ ജീവിതത്തിൽ പ്രണയവും ഐക്യവും നിറഞ്ഞ ബന്ധങ്ങൾ സമൃദ്ധമായി ലഭിക്കുന്നു. എന്റെ ജീവിതത്തിൽ പ്രണയവും ഐക്യവും നിറഞ്ഞ ബന്ധങ്ങൾ സമൃദ്ധമായി ലഭിക്കുന്നു, അല്ലെങ്കിൽ സമൃദ്ധമായി ഉണ്ടാവും, എല്ലാം കംപ്ലീറ്റ് ആയി. എന്റെ കൂടെയുള്ളവർക്ക് ഞാൻ സന്തോഷവും സ്നേഹവും നൽകുന്നു. എന്റെ കൂടെയുള്ളവർക്ക് ഞാൻ സന്തോഷവും സ്നേഹവും നൽകുന്നു. എന്റെ ജീവിതത്തിൽ എന്റെ കൂടെയുള്ളവർക്ക് ഞാൻ സന്തോഷവും സ്നേഹവും നൽകുന്നു. ഞാൻ ജീവിതത്തിൽ ഉണർവും സ്നേഹവും നിറഞ്ഞ ആത്മബന്ധങ്ങൾ അനുഭവിക്കുന്നു. ഞാൻ ജീവിതത്തിൽ ഉണർവും സ്നേഹവും നിറഞ്ഞ ആത്മബന്ധങ്ങൾ അനുഭവിക്കുന്നു.
ഞാൻ ജീവിതത്തിൽ ഉണർവും സ്നേഹവും നിറഞ്ഞ ബന്ധങ്ങൾ എന്താണ് ഞാൻ ജീവിതത്തിൽ ഉണർവും സ്നേഹവും നിറഞ്ഞ ആത്മബന്ധങ്ങൾ അനുഭവിക്കുന്നു. ഇനി ജോലിയുടെ കാര്യമാണ് ഒരാൾ ചോദിച്ചാലേ, ജോലിക്ക് രണ്ടെണ്ണം. എനിക്ക് ഏറ്റവും അനുയോജ്യമായ ജോലിയിൽ ഞാൻ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും അനുയോജ്യമായ ജോലിയിൽ ഞാൻ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും അനുയോജ്യമായ ജോലിയിൽ ഞാൻ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും അനുയോജ്യമായ ജോലിയിൽ ഞാൻ ഓക്കെ, നിങ്ങൾ എഴുതി എന്താണോ അത് എഴുതും. എനിക്ക് ഏറ്റവും എന്റെ പ്രതിഭയെ അല്ലെങ്കിൽ എന്റെ കഴിവിനെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നു. എന്റെ പ്രതിഭയെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നു. എന്റെ പ്രതിഭയെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നു. ഇത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം, ജോലിയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ജോലി അന്വേഷിക്കുന്ന അമ്മമാർക്കും ഉപയോഗിക്കാം. എന്റെ മക്കൾ, അവിടെ ഞാൻ എന്നുള്ളത് എന്റെ മക്കൾ, എന്റെ മകൾ, എന്റെ മകൻ, എന്റെ ഭർത്താവ്, എന്റെ എന്താ പറയാ മരുമകൻ, മരുമകൾ, ആർക്ക് വേണമെങ്കിൽ വിളിച്ചോ, അങ്ങനെ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ അവരെ പേര് വെച്ച് പറയാം. എന്റെ പ്രതിഭയെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഉചിതമായ ഉയർന്ന ശമ്പളമുള്ള ജോലി എളുപ്പത്തിൽ ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഉചിതമായ ഉയർന്ന ശമ്പളമുള്ള ജോലി എളുപ്പത്തിൽ ലഭിച്ചിരിക്കുന്നു. ഇത് ഒരു അഫർമേഷൻ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നോ രണ്ടോ ഉപയോഗിക്കാം. 11 മിനിറ്റിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എത്രയാണോ ഉപയോഗിച്ചുകൊള്ളുക. 11 തവണ റിപ്പീറ്റഡ് ആയി പറയുക. അതിനുശേഷം നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെ പൂർണ്ണമായും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എല്ലാം അതായത് ഈ പറഞ്ഞത് അത്രയും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. പറയുമ്പോൾ തന്നെ നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, എവിടെയാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എത്രയാണോ ശമ്പളം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഉയർന്ന ശമ്പളമുള്ള എന്ന് പറയുമ്പോൾ ഉയർന്ന ശമ്പളം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ നിങ്ങൾ ഫിഗർ സെറ്റ് ചെയ്യണം. നിങ്ങൾ ഉയർന്ന ശമ്പളം എത്രയാണ് എന്ന് നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അത് എത്ര ശമ്പളം വേണമെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ. എനിക്ക് ഉയർന്ന ശമ്പളമുള്ള 1.5 ലക്ഷം രൂപയുള്ള ജോലി എനിക്ക് ലഭിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരാൾ പറയും ഉയർന്ന ശമ്പളമുള്ള, സാധാരണ ചിന്തിക്കുന്നവനും ചിലപ്പോൾ 15,000 ആയിരിക്കും അവനെ സംബന്ധിച്ച് ഉയർന്ന ശമ്പളം, മറ്റൊരാളെ സംബന്ധിച്ച് അതായിരിക്കും, ഓരോ ആൾക്ക് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് ഏതാണോ സെറ്റ് ചെയ്തിട്ട് പറയുക. എന്നിട്ട് അത് ആ ജോലി കിട്ടിയതായിട്ട് ആ സമയത്ത് തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 11 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ മ്യൂസിക്കും ഓഫ് ചെയ്ത് സുഖമായിട്ട് കിടന്നിറക്കും. മ്യൂസിക് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റൂ. ഇരുന്നോളൂ. മ്യൂസിക് ചെയ്യുമ്പോൾ ഫോണൊക്കെ കയ്യിൽ വേണ്ടേ, അപ്പൊ ഫാനിന്റെ ശബ്ദം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. മ്യൂസിക് ചെയ്തില്ലെങ്കിൽ കുഴപ്പം. നിങ്ങൾ അത് 2 ദിവസം പ്രാക്ടീസ് ചെയ്ത് പിന്നെ എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇത് ചെയ്യുക. നേരെ അത് കഴിഞ്ഞ ശേഷം 11 മിനിറ്റ് കഴിഞ്ഞ ശേഷം നേരെ അങ്ങ് കിടന്നുറങ്ങിക്കോളാം. പിന്നെ അതിനെപ്പറ്റി നിങ്ങളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നാളെ പിറ്റേ ദിവസവും ഇത് ചെയ്യുക. ഇത് ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ അറിയുക, ഇതൊക്കെ എന്റെ ലൈഫിൽ എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്നോട് പറയരുത്. സാർ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കരുത്. നിങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സംഭവിക്കുന്നത്. ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 11 അതെ 11 11 ഉറങ്ങണം, ഉറങ്ങാതിരിക്കണം പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞില്ല, ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ, 11 മണി ഉറങ്ങാതിരിക്കണം. അതിനാണല്ലോ നമ്മളിപ്പോ പല മെഡിറ്റേഷനൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 10 മണി തൊട്ട് 11 മണി വരെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളെ ഉറക്കം കൂട്ടാൻ പറ്റില്ലേ. എന്നിട്ട് രാവിലെ 5:30 മണിക്ക് എഴുന്നേൽപ്പിക്കുകയും ചെയ്യും അല്ലെ. എന്താ ഈ പരിപാടി അല്ലേ സാറിന്? ഞാൻ അങ്ങനെയാണ്. നിങ്ങൾ 10 മണിക്ക് 3 മണിക്ക് ഇവിടെ നിങ്ങൾക്ക് 5:30 മണിക്ക് അവിടെ, ഞാൻ 3:30 മണിക്ക് എഴുന്നേക്കണേ. അപ്പൊ 11 മണിക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പൊ ചോദിക്കരുത് രാവിലെ 11 മണിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കരുത്. കാരണം പലരും ഉണ്ടാവും നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ 11 മണി വീട്ടിലെല്ലാ പണികളും കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാം കുട്ടികളെല്ലാം സ്കൂളിൽ പോയി എല്ലാം ഇത് പോയി. അപ്പൊ 11 മണിക്കാകുമ്പോ ഫ്രീ ആണ്. 11 ചെയ്യുന്ന രാവിലെ നിങ്ങൾ ചെയ്തോളൂ, സന്തോഷം. പക്ഷെ രാത്രി ചെയ്യണം. രാത്രി ചെയ്യാതെ രാവിലെ ചെയ്തിട്ട് മാത്രം പറ്റും. 10,000 ഇൻക്രിമെന്റ് കിട്ടട്ടെ, ശൈലജ കിട്ടട്ടെ. വെരി ഗുഡ്.
10,000 രൂപ ഇൻക്രിമെന്റ് ശാലയ്ക്ക് കിട്ടിയതിന് നന്ദി. താങ്ക് യു. അപ്പോൾ രാവിലെ 11 മണിക്ക് ചെയ്യുന്നതിന് സന്തോഷമാണ്, പക്ഷെ രാത്രി എന്തായാലും ചെയ്യണം. ചെയ്തു നോക്കൂ. അപ്പോൾ 100% റിസൾട്ടുമായിട്ട് വരിക. ഇപ്പൊ ഇടയിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ടെക്നിക്കൽ റിസൾട്ടുകളൊന്നും ഇവിടെ ഒന്ന് പറയാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെന്ന് അറിയാം. അതുകൊണ്ട് വോയിസ് ആയിട്ട് അയച്ചോളൂ. നമുക്ക് നിങ്ങൾ വോയിസ് ആയിട്ട് നമുക്ക് അഡ്മിനൊന്നും അയക്കണമെന്നില്ല. നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങ് പറഞ്ഞാൽ മതി നിങ്ങളുടെ അനുഭവങ്ങൾ. മറ്റുള്ളവർ കേൾക്കട്ടെ, അവരിൽ സന്തോഷം ഉണ്ടാവട്ടെ. പക്ഷെ ഒരു കണ്ടീഷൻ ഞാൻ എല്ലാവരോടും പറയാം. നിങ്ങൾ ഒരാൾ അനുഭവം പറയുമ്പോൾ മറ്റൊരാൾക്കുണ്ടാവുന്ന പണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെങ്ങാനും ഹാപ്പിനെസ് മാസ്റ്ററിയിൽ എടുത്തു വെച്ചാൽ ഞാൻ തെരഞ്ഞു പിടിക്കും. നിങ്ങൾ പണ്ടൊരു സംഭവം ഉണ്ടായല്ലോ, ഒരാൾ സന്തോഷമായ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സാധനം പേരുണ്ട്. അതിന്റെ പേരെന്താണ്? ഇപ്പൊ ആർക്കും ഓർമ്മയുണ്ട് അതിന്റെ പേര്? ആർക്കും ഓർമ്മയുണ്ടല്ലോ. ഹാപ്പിനെസ് മാസ്റ്ററി പഠിച്ച അല്ലെങ്കിൽ ജേണി ടു ഹാപ്പിനെസ് പഠിച്ചവർക്ക് ആ പേരേ ഓർമ്മയുണ്ടോ? അത് തന്നെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാവും. ഉണ്ടോ? ഉള്ളവരാരും ഉണ്ടോ നോക്കിയേ. നമുക്ക് ഒരാളുടെ സന്തോഷം കേൾക്കുമ്പോൾ അതാ കറക്റ്റ് നമ്പർ 212. ഇനി ഇവിടെ നമ്പർ 211 ആയി. ഉണ്ടല്ലേ? പേര് എത്തും മറക്കാൻ പറ്റും നമുക്ക്. നമുക്ക് അസൂയയും കുശുമ്പൊക്കെ മറന്നിട്ടുള്ള പരിപാടി ഉണ്ടല്ലേ. അതെങ്ങാനും കൊണ്ടെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചു കളയുക. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം പറഞ്ഞോളൂ, ഈ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നിങ്ങളെ തകർത്ത് കളയുന്ന സാധനം എന്ന് പറഞ്ഞാലാണ് അസൂയ, കുശുമ്പ്, പരദൂഷണം. ഇതെന്ന് നിർത്തുന്നു അന്ന് ആ മനുഷ്യൻ നന്നാവാൻ തുടങ്ങും. ഒരാൾക്ക് നല്ലത് കിട്ടി എന്ന് പറയുമ്പോൾ ആ വയറ്റിന്റെ അടിയിൽ നിന്ന് ഒരു സാധനം ഇങ്ങോട്ട് മുകളിലോട്ട് പട്ടേന്ന് കയറി വരും. അത് വന്നോ തീർന്നു. ശ്രദ്ധിക്കുക, ഒരിക്കലും പ്രകടിപ്പിക്കാൻ പാടില്ലാത്തതാണ് അസൂയ, കുറ്റബോധം, എന്താ പറയുക, ഷെയിം, ഗിൽട്ടി. ഇതൊക്കെ ഏറ്റവും ലോ ഫ്രീക്വൻസിയാണ്. പണം നിങ്ങൾ വിട്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തയെ വരാൻ പാടില്ല. ജേർണി ടു ഹാപ്പിനെസ് കോഴ്സിൽ പഠിച്ചത് കൃത്യമായി മനസ്സിലാക്കും ആൾക്കാര്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാം ജേർണി ടു ഹാപ്പിനെസ് കോഴ്സിൽ ജോയിൻ ചെയ്തോളുക. അതൊക്കെ മനസ്സിലാക്കുക. മനസ്സൊരു വിസ്മയം പുസ്തകത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സാർ, ഒരു പരിഹാരം വേണം. ഇവിടെ മുരുക ഭഗവാൻ ക്ഷേത്രം വരുമാനമില്ലായ്മ പറഞ്ഞടച്ചതിന് ഭാരം പറയുന്നു. എനിക്കറിയാം. ഇതിലൊന്നും സുധാകുമാരിയമ്മ, ക്ഷേത്രങ്ങളൊക്കെ അവിടെ ആരാധനയ്ക്ക് വരുന്നവർക്കുള്ളതാണ്. അവിടെ ആരാധനയ്ക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് നടക്കും. ഒരുപാട് ക്ഷേത്രങ്ങൾ അടക്കുകയും പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഇത് കാലത്തിന്റെ നിയതിയാണ്. അതിന് നമുക്ക് ആർക്കും തടയാൻ സാധിക്കില്ല. നല്ല കാര്യം, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പണ്ട് ഏതോ രാഷ്ട്രീയക്കാർ പറഞ്ഞ പോലെ ഒന്നും ഞാൻ പറയാൻ തയ്യാറില്ല. ഒരു ക്ഷേത്രം എന്ന് വെച്ചാൽ അവിടെ 100 അന്ധവിശ്വാസങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. ക്ഷേത്രങ്ങൾ അങ്ങനെയൊന്നും പറയുന്നത് ഇതല്ല. പക്ഷെ ക്ഷേത്രങ്ങൾ എപ്പോഴും സരസ്വതി വിദ്യാലയങ്ങളാണ് എന്നുള്ളതാണ്. സരസ്വതി വിദ്യാലയങ്ങൾ പോലെ തന്നെയായിരിക്കും ക്ഷേത്രങ്ങൾ. അവിടെയൊക്കെ നമുക്ക് ആത്മീയമായ പരിവേഷം, ആത്മീയമായ പഠനമാണ് സാധിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതൊക്കെ അവിടുത്തെ ഒരു നാടിന്റെ ഒരു രീതിയായിരിക്കും. അതിന് ആ നാട്ടുകാർ മാത്രമാണ് അതിന് തീരുമാനം ഉണ്ടാക്കേണ്ടത്. മറ്റൊരാൾക്കും അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. മറ്റാരും ഇടപെടുന്നതും. ക്ഷേത്രങ്ങളൊക്കെ ഒരു നാടിന്റെ സ്വത്താണ്. അതിനെ ക്ഷേത്രങ്ങൾ നന്നായിട്ട് തന്നെ പരിപാലിച്ച് പോട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. റിസൾട്ടുമായി നാളെ തന്നെ ഞാൻ കുറെ ആൾക്കാരുടെ, ഇന്നിപ്പോ 11 മണിക്ക് സമയം ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്യുക, അല്ലെങ്കിൽ നാളെ ചെയ്യുക. ഇൻസ്റ്റന്റ് ആയിട്ട് മാറ്റം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പൊ എല്ലാവർക്കും നന്ദി. ഇത്രയും ആൾക്കാരെല്ലാം ഉണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് തരാം സംസാരിക്കുന്നവർക്ക്. മണി ബോക്സുമായിട്ട് ബന്ധപ്പെട്ട ഇത് മെഡിറ്റേഷൻ ആണ് ഇപ്പം ചെയ്യുന്നത്. 10 മണിക്ക് ചെയ്യുന്നത്. ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചെയ്തോളൂ. റെക്കോർഡിംഗ് ഉണ്ട്. അത് റെക്കോർഡിംഗ് കൂടി തരാം, യൂട്യൂബ് വഴി തരാം. പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് യൂട്യൂബ് റെക്കോർഡിംഗ് കൂടി തരുന്നുണ്ട്. നിങ്ങൾ വേണ്ടവര് ജോയിൻ ചെയ്തോളൂ. കുറച്ചും കൂടി സമയമുണ്ട്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വരെ ജോയിൻ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യാം. താങ്ക് യു. പറഞ്ഞോ. താങ്ക് യു സർ.